ഹലോ, വെൽക്കം ബാക്ക് ടു PSC കോഴ്സ് ആൻഡ് ടിപ്സ്. എല്ലാവരെയും പഠനമൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് 5ാമത്തെ റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. 5 ടോപ്പിക്കിൻ്റെയും കൂടി റിവിഷൻ വീഡിയോ ചെയ്തിട്ട് ഒരു മിക്സഡ് റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഇതുവരെ ചോദിച്ച എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ബയോളജിയിലെ രോഗകാരികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതിൽ PYQs ആണ്. നമുക്കറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മാർക്ക് പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എലിപ്പനിക്ക് കാരണമായ രോഗകാരി ന്യൂമോകോക്കസ്, ലെപ്റ്റോസ്പൈറ, കോറിനി ബാക്ടീരിയം, മൈക്കോബാക്ടീരിയം. ആൻസർ ലെപ്റ്റോസ്പൈറ. ഇത് ഞാൻ ഓർക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു കോഡാണ്. ലാപ്ടോപ്പിൽ എലി, ഇത് ലാപ്ടോപ്പ് എന്നുള്ളത് ലെപ്റ്റോസ്പൈറ, എലി എലിപ്പനി. ചെറിയ കോഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏത്? ആന്ത്രാക്സ്, നിപ്പ, ക്ഷയം, ഡിഫ്തീരിയ. ആൻസർ നിപ്പ. ഈ ഒരു ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്, കാരണം നമ്മൾ നിപ്പ വൈറസ് എന്ന് തന്നെയാണ് പറയാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫ്തീരിയക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ആൻസർ ബാക്ടീരിയ. ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കാൻ പലർക്കും പല കോഡുകളുമുണ്ട്. ഒരുപാട് കോഡുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഞാൻ ഓർത്ത് വെക്കുന്നത്: വിപിൻ കോഴിക്കോട് എസിൽ TTC പഠിക്കുന്നു. വിപിൻ എന്നുള്ളത് വി വില്ലൻ ചുമ, പി പ്ലാഗ്, എൻ ന്യൂമോണിയ, കെ കുഷ്ഠം, കെ ക്ഷയം, ഡി ഡിഫ്തീരിയ, എ ആന്ത്രാക്സ്, എസ് സിഫിലസ്, ഇ എലിപ്പനി, ടി ടൈഫോയിഡ്, ടി ടെറ്റനസ്, സി കോളറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? കോഷിയോർക്കർ, തൈറോയിഡ്, വിളർച്ച, ഇവയെല്ലാം. ആൻസർ കോഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിൽ ഉപയോഗിക്കുന്നു? ക്ഷയം, ടൈഫോയിഡ്, എയ്ഡ്സ്, ക്യാൻസർ. ആൻസർ ടൈഫോയിഡ്. ഇത് PSCൻ്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ചെറിയ കോഡാണ്. വൈഡായിട്ട് ടൈ കെട്ട്. മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SO2 മലിനീകരണം, NO2 മലിനീകരണം, CD മലിനീകരണം, HG മലിനീകരണം. ആൻസർ HG മലിനീകരണം. HG എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ വരുന്നതാണ്. മീനമാത രോഗത്തിൻ്റെ കാരണം ചോദിക്കാറുണ്ട്. അത് മെർക്കുറി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. സയൻസ് ഒക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? പെല്ലഗ്ര, റിക്കറ്റ്സ്, ബെറിബെറി, സ്കർവി. ആൻസർ സ്കർവി. സി സ്കർവി എന്ന് ഓർക്കുക. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതും സ്കർവിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ്? സിക്കിൾ സെൽ അനീമിയ, ഹെപ്പറ്റൈറ്റിസ്, ഹാർട്ട് അറ്റാക്ക്, ഹീമോഫീലിയ. ആൻസർ ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? റഷ്യ, ന്യൂയോർക്ക്, ജനീവ, റോം. ആൻസർ ജനീവ. കൊറോണ വൈറസ് രോഗത്തിന്റെ C12 വേരിയന്റ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്താണ്? ഇന്ത്യ, ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക, ചൈന. ആൻസർ സൗത്ത് ആഫ്രിക്ക. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? പൾസ് പോളിയം, ആയുഷ്, അമൃതം, ഹൃദയപൂർവം. ആൻസർ അമൃതം പദ്ധതി. ട്രക്കോമ ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ആൻസർ കണ്ണ്. കണരോഗം ഉണ്ടാക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി. ആൻസർ വിറ്റാമിൻ ഡി. റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത് കണരോഗം തന്നെയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം? ഫൈലേറിയ, ലെപ്രസി, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ. ആൻസർ ഇൻഫ്ലുവൻസ. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്, സിറോസിസ്, ഹൃദ്രോഗം, ക്യാൻസർ. ആൻസർ എയ്ഡ്സ്.
ഫംഗസ് മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം. ഗൊണേറിയ, സോറിയാസിസ്, സിഫിലിസ്, റിംഗ്വേം. ആൻസർ റിംഗ്വേം. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്ക, ഹൃദയം, ശ്വാസകോശം, തലച്ചോർ. ആൻസർ തലച്ചോർ. തലച്ചോറിലുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്: അമിത രക്തസമ്മർദ്ദം, തൊണ്ടമുള്ള്, ഹൃദയാഘാതം, ഫാറ്റി ലിവർ. ആൻസർ തൊണ്ടമുള്ള്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്: 1981, 1993, 1986, 1999. ആൻസർ 1986. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1987 റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. 1988 മുതൽ ആണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. കോളറ പരത്തുന്ന രോഗകാരി: ക്ലോസ്ട്രീഡിയം, മൈക്രോ ബാക്ടീരിയം ലെപ്രെ, ബോട്ടുലിനം, വിബ്രിയോ കോളറ. ആൻസർ വിബ്രിയോ കോളറ. എംഫിസിമ രോഗം ബാധിക്കുന്ന ശരീരാവയവം: കുടൽ, ത്വക്ക്, അസ്ഥിസന്ധി, ശ്വാസകോശം. ആൻസർ ശ്വാസകോശം. ഇതൊരു SCRT ഫാക്റ്റാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി: വൈറസ്, ബാക്ടീരിയ, പ്ലാസ്മോഡിയം, ഫംഗസ്. ആൻസർ പ്ലാസ്മോഡിയം. ഇതിൽ ഏറ്റവും മാരകമായ മലമ്പനി ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരാണ്. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ 2022 PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മാരകമായ മലമ്പനി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ആൻസർ പ്ലാസ്മോഡിയം ഫാൽസിപാരം. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? കണ്ണ്, കരൾ, ത്വക്ക്, തൊണ്ട. ആൻസർ ത്വക്ക്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം: ടെറ്റനി, ക്ഷയം, ഡിഫ്തീരിയ, ഫാറ്റി ലിവർ. ആൻസർ ടെറ്റനി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്: H1N1 വൈറസ്, H5N1 വൈറസ്, വേരിയോള വൈറസ്, ഫ്ലാവി വൈറസ്. ആൻസർ H5N1 വൈറസ്. H1N1 വൈറസ് പന്നിപ്പനിയാണ്. വേരിയോള വൈറസ് വസൂരി, ഫ്ലാവി വൈറസ് കുരങ്ങുപനി. വായുവിലൂടെ പകരാത്ത രോഗം ഏത്? ആന്ത്രാക്സ്, ചിക്കൻ പോക്സ്, ക്ഷയം, കോളറ. ആൻസർ കോളറ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി: ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ആൻസർ വൈറസ്. റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണം. ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനേഷനാണ് BCG? ടൈഫോയിഡ്, ഡിഫ്തീരിയ, എയ്ഡ്സ്, ക്ഷയം. ആൻസർ ക്ഷയം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം: വട്ടച്ചൊറി, എയ്ഡ്സ്, ടൈഫോയിഡ്, അഞ്ചാം പനി. ആൻസർ ടൈഫോയിഡ്. എംഫിസിമ എന്ന രോഗത്തിന് കാരണം: ഫാറ്റി ലിവർ, പുകവലി, മദ്യപാനം, രക്തസമ്മർദ്ദം. ആൻസർ പുകവലി. നമ്മളിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിനിയും വീഡിയോസ് ഇടാൻ ഒരു എനർജി കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.